Hi all, welcome to One's Coaching. Today we are going to discuss an important topic in history, that is partition of Bengal and Swadeshi movement. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്താണ്, പിന്നെ അതിനോടനുബന്ധിച്ച് സ്വദേശി മൂവ്മെന്റ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് സ്വദേശി മൂവ്മെന്റ് ഹാപ്പൻഡ് ഇൻ 1905. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്നത്. Movement even after Lord Curzon, the British India region encountered fierce opposition from the nationalists of India. അപ്പൊ ആരുടെ കാലത്താണ്, ആരായിരുന്നു അന്നത്തെ വൈസ്രോയി? ലോർഡ് കഴ്സൺ ആയിരുന്നു അന്നത്തെ വൈസ്രോയി. Since 1765, Bengal, Bihar and Orissa were unified region of British India. അപ്പോൾ അന്നത്തെ കാലത്ത് 1765 ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ ഒരു യൂണിഫൈഡ് ആയിട്ട് ഒന്നിച്ച് കിടക്കുമായിരുന്നു. യൂണിഫൈഡ് റീജിയൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ യൂണിഫൈഡ് റീജിയൻ ആയിരുന്നു ഏതൊക്കെ? നമ്മളുടെ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. However, the area was too big in 1900 for an administration to govern. Because of its isolation and weak connection, East Bengal was divided into West Bengal and Bihar, which is known as Bengal partition. അപ്പൊ എന്താണ്, നമ്മൾ ഇത്രയും വലിയ ഹ്യൂജ് ഏരിയ, ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് ഏരിയ ആണ്. അപ്പൊ ആ ഹ്യൂജ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറി. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ ഹോൾ റീജിയനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ടുക്ക് പ്ലേസ് ഇൻ ഒക്ടോബർ 16, 1905. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒക്ടോബർ 16, 1905. അണ്ടർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വൈസ്രോയ് ലോർഡ് കഴ്സൺ. ആരുടെ അഡ്മിനിസ്ട്രേഷനിലാണ്? കഴ്സന്റെ അഡ്മിനിസ്ട്രേഷനിലാണ്. റിസൾട്ടിംഗ് ബംഗാൾ പാർട്ടീഷൻ ഇൻറ്റു ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അതായത് ബംഗാളിനെ രണ്ടായിട്ട് വെസ്റ്റ് ബംഗാളിനും ഈസ്റ്റ് ബംഗാളിനും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നാണ് ഡിവൈഡ് ചെയ്തത്? 1905 ഒക്ടോബർ 16 ആണ് ഡിവൈഡ് ചെയ്തത്. The states of Bihar and Bengal, including some regions of Orissa, Chhattisgarh and Assam, were all part of Bengal presidency. അപ്പൊ ബംഗാൾ പ്രസിഡൻസിയിൽ വരുന്ന ഏതൊക്കെയായിരുന്നു? ഒറീസ, ഛത്തീസ്ഗഡ്, ആസാം ആയിരുന്നു വരുന്നത്. Within 78.5 million inhabitants, it was a British India's largest district. അപ്പൊ 78.5 million ആൾക്കാർ അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അഡ്മിനിസ്ട്രേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ പ്രൊവിൻസ്, ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രൊവിൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിൽ ഈസ്റ്റേൺ പ്രൊവിൻസസിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ധാക്ക. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഈസ്റ്റേൺ പ്രൊവിൻസിന്റെ ക്യാപിറ്റൽ ധാക്ക. With a population of 31 million people, the bulk of whom was Muslims. അതിനകത്ത് കൂടുതൽ ആൾക്കാരും എന്തായിരുന്നു? മുസ്ലിംസ് ആയിരുന്നു. അപ്പൊ ഈസ്റ്റേൺ പ്രൊവിൻസസിൽ കൂടുതൽ ആൾക്കാരും എന്താണ്? മുസ്ലിംസ് ആയിരുന്നു. The other province was composed of Orissa, Bihar and Western district. Orissa, Bihar, Western district ആയിരുന്നു other province. Bengali speakers are now the minority due to merger of West Bengal with Orissa and Bihar. ഈ ഒറീസയിൽ ഉള്ളതും ബീഹാറിലുള്ളതും ലാംഗ്വേജ് എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പം ബംഗാളിൽ എന്താണ് കൂടുതലായിട്ടുള്ള ലാംഗ്വേജ്? ബംഗാളി ലാംഗ്വേജ് ആണ് ബംഗാളിലുള്ളത്. അപ്പൊ ഈ വെസ്റ്റേൺ പ്രൊവിൻസസിനകത്ത് കൂടുതലും ആൾക്കാർ എന്തായി? ഒറീസയും ബീഹാറിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ബംഗാളില് എന്ത് പറ്റി? അവിടെ ബംഗാളി ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർ കുറഞ്ഞു വന്നു. അപ്പൊ മൈനോറിറ്റി ആയി അവിടെ ബംഗാളി എന്ന് പറയുന്നത്. ശരിക്കും നമ്മള് ബംഗാളില് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മലയാളീസിനെ മാറ്റി വേറെ സ്ഥലത്തു നിന്നുള്ള ആന്ധ്ര, തെലങ്കാന എന്നുള്ള ആൾക്കാരെ കൂടുതലായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ മലയാളീസിന്റെ എണ്ണം കുറയും. അവിടെയുള്ള ലാംഗ്വേജ് മാറും, മലയാളം മാറി അവരുടെ ലാംഗ്വേജ് ആവും. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒറീസയിലെയും ബീഹാറിലെ ആൾക്കാരെ എവിടെ കൊണ്ടുവന്നു? ഈ വെസ്റ്റേൺ പ്രൊവിൻസസിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന്. അതിൽ ഈ വെസ്റ്റേൺ പ്രൊവിൻസസില് ഒറീസയിലെയും ബീഹാറിലെ ആൾക്കാർ വന്നു. ഒറീസ ആൻഡ് ബീഹാറിലെ ആൾക്കാർ വന്നു. ഈസ്റ്റേൺ പ്രൊവിൻസസിലും ഇതുപോലെ തന്നെ എന്താണ്? മുസ്ലിംസ് ആണ് കൂടുതലായിട്ട് വന്നത്, മുസ്ലിംസ്. അപ്പൊ ഈ ഇവിടെ ഒറീസയിലെയും ബീഹാറിലെ ആൾക്കാർ കൂടുതലായിട്ട് വന്നപ്പോ ഇവിടെ ബംഗാളി ലാംഗ്വേജ് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അവര് മാറി ഒഡിയയും ബീഹാറി ലാംഗ്വേജ് ഒക്കെയായി സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. ഇനി കോസസ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. എന്താണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ള കാരണം? On October 16, 1905, Lord Curzon, the British ruler of India at that time, partitioned Bengal. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. For the administrative region, the division was promoted. Bengal was the same size as France, but has much larger population. ബംഗാളിന് എന്തിന്റെ സൈസ് ആയിരുന്നു? ഫ്രാൻസിന്റെ അത്രയും സൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ കൂടുതൽ പോപ്പുലേഷനും ഉണ്ടായിരുന്നു. അതാണ് മേജർ റീസൺ ഓഫ് കോസ്. ഡിവൈഡ് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടി,
നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 78.5 മില്യൺ ആൾക്കാരുണ്ടായിരുന്നു. ദ ഈസ്റ്റേൺ റീജിയൻ വാസ് വ്യൂഡ് ആസ് ബീങ് പുവർലി ഗവേൺഡ് ആൻഡ് അൺഅപ്രീഷിയേറ്റഡ്. അതിനകത്ത് ഈസ്റ്റേൺ റീജിയനെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ പുവർ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പോയാൽ ശരിയല്ലെന്ന് ലോർഡ് കഴ്സൺ ചിന്തിക്കുകയും അങ്ങനെയാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടത്തുകയും ചെയ്തത്. ഇനി മെനി ബംഗാളീസ് തോട്ട് ദാറ്റ് ദിസ് ഡിവിഷൻ വാസ് ജസ്റ്റ് ആൻ ഇൻസൾട്ട് ടു അവർ കൺട്രി. അപ്പൊ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളികൾക്ക് എന്താണ്, അതൊരു ഇൻസൾട്ട് ആയിട്ട് മാറി. ഞങ്ങളുടെ സ്ഥലം ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറ്റുക, അവിടെ പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ദാറ്റ് ദർ വേർ എ ലൗഡ് കോൾ ഫോർ ബംഗാളി റീയൂണിഫിക്കേഷൻ. അപ്പൊ ബംഗാളിനെ റീയുണൈറ്റ് ചെയ്യണം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യരുതെന്നും പറഞ്ഞ് ഇവരെന്ത് ചെയ്തു, ഭയങ്കര ലൗഡ് സ്ലോഗൻസ് മുഴക്കാൻ തുടങ്ങി. ദ ഐക്കോണിക് സോങ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അമർ സോണാർ ബംഗ്ല റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അമർ സോണാർ ബംഗ്ല റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ സെർവ്ഡ് ആസ് ബംഗ്ലാദേശ് ഫ്ലാഗ് ആൻഡ് ആന്തം. ബംഗ്ലാദേശിന്റെ നാഷണൽ ഫ്ലാഗും ആന്തവും ഒക്കെ ആയിട്ട് അവര് ഇങ്ങനെ അമർ സോണാർ ബംഗ്ല എന്നുള്ള സ്ലോഗൻ ആയിരുന്നു, സോങ് ആയിരുന്നു അവര് ഉച്ചരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഓതർ ആരായിരുന്നു, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇനി നമ്മളുടെ എന്താണ്, ജനഗണമനയല്ലേ നാഷണൽ ആന്തം, അതും ആരാണ് റൈറ്റ് ചെയ്തത്, അതും അതിന്റെ ഓതർ രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ഇനി the bulk of Bengalis in the West rejected the change as it would have rendered them a minority tongue with their province. The majority of Bangladeshis will speak Hindi or Odia. മജോറിറ്റി ഉള്ള ആൾക്കാർ എന്താണ്, ഹിന്ദിയോ അല്ലെങ്കിൽ ഒഡിയോ ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ബീഹാറിലും ഒറീസയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഹിന്ദി or ഒഡിയ ആയിരുന്നു ലാംഗ്വേജ്. ഇനി in December 1903, the British administration decided the partition of Bengal. Lord Curzon, the governor of India at that time, was an individual who made this decision. The Bengal two province. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബംഗാളിന്റെ പറയുവാണ്, രണ്ട് പ്രൊവിൻസ്. The first was Bengal. ആദ്യത്തെ പ്രൊവിൻസിന്റെ പേര് ബംഗാൾ, അതായത് വെസ്റ്റ് ബംഗാൾ എന്നുള്ളതാണ്. which include Orissa, Bihar and Western Bengal regions. വെസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന റീജിയൻസ്. ഇനി അടുത്തത് രണ്ടാമത്തേതാണ് ഈസ്റ്റേൺ ബംഗാൾ. അവിടെ എന്താണ്, ഈസ്റ്റേൺ ഭാഗത്ത് കിടക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ആസാമുമാണ് പിന്നെ വന്നേക്കുന്നത്. അപ്പൊ രണ്ട് ഭാഗമാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. വെസ്റ്റ് ഭാഗത്തുള്ളത് ഏതാണ്, വെസ്റ്റ് ഭാഗത്തുള്ളത് ഒറീസ, ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ്, ബീഹാർ, പിന്നെ വെസ്റ്റേൺ പാർട്ട്. റൈറ്റ് സൈഡിലുള്ളത് വെസ്റ്റ് ബംഗാളിന്റെ റൈറ്റ് സൈഡിലുള്ള ഈസ്റ്റേൺ പാർട്ടിനകത്ത് ഈസ്റ്റേൺ പാർട്ട്, പിന്നെ വന്നത് ആസാം. ഓക്കെ. വൈൽ ഈസ്റ്റേൺ ബംഗാൾ ചൂസ് ധാക്ക ആസ് ഇറ്റ് ക്യാപിറ്റൽ. അപ്പൊ ഈസ്റ്റ് ബംഗാൾ എന്താണ് ക്യാപിറ്റൽ ആക്കിയത്, ധാക്കയായിരുന്നു. ബംഗാൾ റീറ്റെയിൻ കൽക്കട്ട ജസ്റ്റ് ആസ് ഇറ്റ് സിറ്റി സെന്റർ. അതായത് കൽക്കട്ട അവർ എന്ത് ചെയ്തു, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു, അവരെ സിറ്റി സെന്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഇൻകേബിൾ ഓഫ് കാഷിംഗ് ദ പ്രൊട്ടസ്റ്റ്, അതോറിറ്റീസ് ഡിസൈഡഡ് ദ റിവേഴ്സ് ദ ഡിവൈഡ്. അതായത് ആദ്യം ബംഗാളികൾക്കൊന്നും സമ്മതിക്കാൻ പറ്റിയില്ല, അങ്ങനെ 1905 ഡിവിഷൻ നടന്നു. പിന്നെയും അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടന്നു. അപ്പൊ ഓൺ 12 ഡിസംബർ 1911 പിന്നെ എന്ത് ചെയ്തു, ഇതൊരു റീയൂണിഫിക്കേഷൻ നടന്നു. ആരുടെ കാലത്ത്, കിങ് ജോർജ് ഫൈവിന്റെ കാലത്ത് എന്ത് ചെയ്തു, ദർബാർ ഹാളിൽ വെച്ചിട്ട് ഒരു റീയുണൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തു. While Assam, Bihar and Orissa were divided areas where Bengal was being spoken and stay united. ഇനി the Lord Hardinge, ഇത് ഇമ്പോർട്ടന്റ് ആണ്. റീയുണൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആരായിരുന്നു, വൈസ്രോയി ആയിരുന്നു. റീയുണൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു ലോർഡ് ഹാർഡിഞ്ച്. ഡിവൈഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതാണ് ലോർഡ് കഴ്സൺ. അപ്പൊ ലോർഡ് കഴ്സൺ 1905, അതിങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക, ലോർഡ് കഴ്സൺ 1905 ഡിവൈഡ്, ഹാർഡിഞ്ച് 1911 റീയുണൈറ്റ്. ഇങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ നോട്ടിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ ലോർഡ് ഹാർഡിഞ്ച് ആണ് എന്ത് ചെയ്തത്, അപ്ടേൺഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അതായത് തിരിച്ച് റിവേഴ്സ് ചെയ്യിപ്പിച്ചു, അതായത് ഡിവിഷൻ മാറ്റിയിട്ട് ഒന്നിച്ച് യുണൈറ്റ് ചെയ്തു. അങ്ങനെ വന്ന അന്നേരം ആ സമയത്തുണ്ടായ മൂവ്മെന്റ് ആണ് ഈ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്വദേശി മൂവ്മെന്റ് എന്താണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. So what is Swadeshi movement? Swadeshi movement was a revolutionary movement in the sufficiency one of the first movement to have been launched that significant participation from the population. അപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ നിന്നും വലിയൊരു പാർട്ടിസിപ്പേഷൻ കിട്ടിയ ഒരു മൂവ്മെന്റ് ആണ് എന്ത്, ഈ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. This movement has been attributed to the creation of soul of Indian nationalism.
അപ്പൊ ഇന്ത്യൻ നാഷണലിസം, അതായത് നമ്മളുടെ പൗരത്വ ബോധമൊക്കെ ഉണർത്തുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്ത്? സ്വദേശി മൂവ്മെന്റ്. ആ ടേം സ്വദേശി എന്നുള്ള മീനിങ് എന്താണ്? സ്വദേശം, അതായത് നമ്മുടെ സ്വന്തം ദേശം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു പ്രയോറിറ്റി. അപ്പൊ നമ്മള് മറ്റേ ബ്രിട്ടീഷുകാരിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു, അവരുടെ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊണ്ട് വിൽക്കുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ ബ്രിട്ടീഷുകാരാണ് കൂടുതലായിട്ടും എന്ത് ചെയ്തത്? അവരാണ് കൂടുതലായിട്ടും എന്ത് ചെയ്തത്? ഡെവലപ്പ് ആവാൻ തുടങ്ങി. നമ്മുടെ സ്വന്തമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ ഒരു ചെലവും ഇല്ല. ആ ലോക്കൽ ട്രഡീഷണൽ ഐറ്റംസിനൊന്നും എന്താണ് ചെലവില്ലാതെയായി. അങ്ങനെ എന്തു പറ്റി? നമ്മളുടെ സ്വദേശി മൂവ്മെന്റ് കൂടുതലായിട്ടും വന്നു. സ്വദേശി മൂവ്മെന്റ് എന്തിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്? നാഷണലിസം, നമ്മുടെ രാജ്യം, നമ്മളുടെ പൗരത്വം എന്നുള്ളത് എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇനി എന്നാണ് ഇത് ഫോർമലി കിക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ 7th August 1905 നമ്മൾ ആദ്യത്തെ പറഞ്ഞല്ലോ, സ്വദേശി മൂവ്മെന്റും പാർട്ടീഷൻ ഓഫ് ബംഗാളും ഒരേ വർഷം തന്നെയാണ്, 1905. ഫ്രം കൽക്കട്ട, എവിടെയാണ്? കൽക്കട്ട ടൗൺ ഹാൾ, വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു കർബ് ആൻഡ് ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ് ബൈ റീപ്ലേസിംഗ് ദം വിത്ത് ഗുഡ്സ് ഫ്രം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അപ്പൊ എന്താണ്? നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അതായത് നമ്മളെ ട്രഡീഷണൽ ഐറ്റംസ് കൂടുതലായിട്ടും വിൽക്കപ്പെടണം. അതുപോലെ തന്നെ ബോയ്കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബഹിഷ്കരിക്കുക, ഫോറിൻ ഐറ്റംസ് ബഹിഷ്കരിക്കുക. അപ്പൊ മെയിൻ എയിം എന്താണ്? എയിം ഓഫ് സ്വദേശി മൂവ്മെന്റ് ടു ബോയ്കോട്ട് ഫോറിൻ പ്രോഡക്ട്സ് അതായിരുന്നു മെയിൻ എയിം. പിന്നെന്താണ്? എൻഹാൻസ് എന്താണ്? ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുക, നമ്മളുടെ ഫോറിൻ പ്രൊഡക്ട്സ് ബോയ്കോട്ട് ചെയ്യുക. ഇതായിരുന്നു അതിന്റെ ഉദ്ദേശം. The Swadeshi movement is also said to have been the blueprint for future movement led by മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആദ്യം ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതൊരു ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് ആണ് എന്തിന്? സ്വദേശി മൂവ്മെന്റ്. The movement owes its vast participation and progression the active participation of affluent India, who stepped up, donate the money and land for cultivating khadi and gramyuk over the years. It shaped the rich culture of Swadeshi goods that was still observed today in the country. The entire idea was based on the principles of self-reliance and സെൽഫ് സഫിഷ്യൻസി. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ സെൽഫ് റിലയന്റ് ആവുക, സെൽഫ് സഫിഷ്യന്റ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ ഐഡിയ. കാരണം നമുക്ക് സ്വയം പര്യാപ്തരാവുക, നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ ഫോറിൻ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ഇവിടുന്ന് ബഹിഷ്കരിക്കണം. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി സ്വദേശി മൂവ്മെന്റ്, ദ റൈസ് ഓഫ് നാഷണലിസം. ദ സ്റ്റാർട്ട് ഓഫ് 19th century was development of Indian nationalism and national identity. The social, economic and political factors led to this realization. The growing graph of underemployment and unemployment also fueled resentment among people. അതായത് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതോടുകൂടി നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ആർക്കും വേണ്ടാതെ, നമ്മുടെ ട്രഡീഷണൽ പോർട്ട് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ നമ്മുടെ ഖാദി, വീവിങ് സംഭവങ്ങളൊന്നും ആർക്കും യൂസ് ചെയ്യാതെ. അപ്പൊ അവരെന്ത് പറ്റി? അണ്ടർ എംപ്ലോയ്മെന്റ് അല്ലെ അൺഎംപ്ലോയ്മെന്റ്, നമുക്ക് തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ സ്വദേശി മൂവ്മെന്റിനെ പറ്റി ചിന്തിച്ചത്. The development of foreign nationalistic movement flickered the cascade of British imperial imbecility. അവിടെ എന്താണ്? കൂടുതൽ ഇവിടുന്നുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ കൂടുതൽ സാധനങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം കയ്യിലെടുത്തു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങൾക്ക് വിലയില്ലാതെ. ലോർഡ് കഴ്സൺ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി ഇൻഫ്ലുവൻസ് ഫംഗ്ഷൻ ദ ബേസിക് ഐഡിയ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ. അപ്പൊ എന്താണ്? ഡിവൈഡ് ആൻഡ് കോൺകർ എന്നുള്ളതായിരുന്നു ബേസിക് ഐഡിയ. അപ്പൊ അത് തന്നെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫോളോ ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യുക? രാജ്യം സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള ഐഡിയ എന്ത് ചെയ്തു? ഈ സ്വദേശി മൂവ്മെന്റ് വന്നതോടുകൂടി മായ്ക്കപ്പെട്ടു. ഇനി സ്വദേശി മൂവ്മെന്റ് ഇയർ, അത് ഇമ്പോർട്ടന്റ് ആണ്. 7th August 1905 ആണ് സ്വദേശി മൂവ്മെന്റിന്റെ ഇയർ ആയിട്ട് നമ്മൾ പറയുന്നത്. അറ്റ് കൽക്കട്ട ടൗൺ ഹാൾ ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി വന്ദേ മാതരം. അപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മൾക്ക് വന്ദേ മാതരം നമ്മളുടെ സ്വദേശമാണ്, നമ്മളുടെ ഇന്ത്യയാണ് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ സോങ് എന്തായി? അന്ന് പാടി. ഇൻ October 1905 നാഷണൽ സോങ് എല്ലാ തെരുവുകളിലൂടെയും പാടി നടന്നു. രവീന്ദ്രനാഥ് ടാഗോർ ആണ്, അമർ സോനാർ ബംഗ്ലയുടെ രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് നമ്മളുടെ വന്ദേ മാതരവും കമ്പോസ് ചെയ്തത്. People tied rakhis on each other wrist to propagate unity. നമ്മുടെ യൂണിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കയ്യിൽ രാഖിയൊക്കെ ടൈ ചെയ്തു. അപ്പൊ ഇതാണ് പറഞ്ഞത്. അപ്പൊ മെയിൻ ആയിട്ടുള്ളത് ഹോം ഡെവലപ്ഡ്, നമ്മുടെ ഡെവലപ്പ് ചെയ്ത ട്രഡീഷണൽ ഐറ്റംസ് എൻഹാൻസ് ചെയ്യുക, ബ്രിട്ടീഷ് ഗുഡ്സ് ബോയ്കോട്ട് ചെയ്യുക. ഇനി നാഷണൽ വൈഡ് പാർട്ടിസിപ്പേഷൻ. ഇനി ഇത് സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രചാരത്തിൽ പെട്ടെന്ന് തന്നെ
പ്രചാരം കിട്ടിയ ഒരു മൂവ്മെന്റ് ആണ് സ്വദേശി മൂവ്മെന്റ്. അപ്പൊ ഇതിനകത്ത് ആരൊക്കെയാണ് പങ്കെടുത്തത്? ബാലഗംഗാധർ തിലക് ഇൻ പൂന ആൻഡ് ബോംബെ, സെയ്ദ് ഹെയ്ദർ രസ ഇൻ ഡൽഹി, ലാല ലജ്പത് റായ് അജിത് സിംഗ് ഇൻ പഞ്ചാബ്, ചിദംബരം പിള്ളെ ഇൻ ചെന്നൈ. ഇപ്പൊ ഇത്രയും പേരാണ് മെയിൻ ആയിട്ട് സ്വദേശി മൂവ്മെന്റ് കൊണ്ട് നടന്നത്. ഇനി ഇമ്പാക്ട് ഓഫ് സ്വദേശി മൂവ്മെന്റ്. There was observed decline in import during 1905 to 1908. The boycotting of foreign goods in India led to deep financial loss for British. അപ്പൊ എന്താണ്, നമ്മുടെ സാധനങ്ങളെല്ലാം അവരുടെ ഫോറിൻ ഗുഡ്സ് എല്ലാം ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ബ്രിട്ടീഷുകാർക്ക് സംഭവിച്ചു. ദ മൂവ്മെന്റ് ഒബ്വിയസ്ലി സോ എ great surge towards locally produced goods and so many Swadeshi institutions were established during this time. ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരുപാട് വളർന്നു വന്നു. ശാന്തിനികേതൻ ഇമ്പോർട്ടന്റ് ആണത്. ശാന്തിനികേതൻ ബൈ രവീന്ദ്രനാഥ് ടാഗോർ, ബംഗാൾ നാഷണൽ കോളേജ് ആൻഡ് ന്യൂമറസ് സ്കൂൾസ് ആൻഡ് കോളേജസ് വെർ എറക്റ്റഡ്. ഒരുപാട് ശാന്തിനികേതൻ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തിനികേതൻ, ബംഗാൾ നാഷണൽ കോളേജ്, ന്യൂമറസ് സ്കൂള്, കോളേജ് ഒക്കെ ഇതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്നു. The National Council of Education എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ബംഗാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എസ്റ്റാബ്ലിഷ് ചെയ്തു. ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ബംഗാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വന്നത്. ദിസ് മൂവ്മെന്റ് സോ ദ റിവൈവൽ ഓഫ് ദ ഇന്ത്യൻ കോട്ടേജ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തു വന്നു ആൻഡ് റിന്യൂവൽ ഓഫ് ഇൻഡിജീനിയസ് ഗുഡ്സ്, അതായത് നമ്മളുടെ ഇൻഡിജീനിയസ് ഡൊമസ്റ്റിക് ഗുഡ്സ് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷനിലുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് സ്വദേശി മൂവ്മെന്റ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാൾ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു ലോർഡ് കഴ്സന്റെ കാലത്ത് 1905. അത് കഴിഞ്ഞ് 1911 ആയപ്പോഴത്തേക്കും ബംഗാളീസിന്റെ പ്രൊട്ടസ്റ്റിനെതിരായിട്ട് ഇത് റീയുണൈറ്റ് ചെയ്തു. ലോർഡ് ഹാർഡിഞ്ച് ആയിരുന്നു അന്നത്തെ വൈസ്രോയി. പിന്നെ അതിനോട് ഉൾപ്പെട്ട് വന്നതാണ് സ്വദേശി മൂവ്മെന്റ്. ഫോറിൻ ഐറ്റംസ് ബോയ്ക്കോട്ട് ചെയ്യുക, നമ്മുടെ ഹോം പ്രോഡക്ട്സ് എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക. അപ്പൊ സ്വദേശി മൂവ്മെന്റും 1905 തന്നെയാണ് വന്നത്. കുറച്ച് ലീഡേഴ്സിന്റെ പേര് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ. വിത്ത് ദിസ് വി കൺക്ലൂഡ് ദിസ് സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.